Direct tax. Introduction and important definitions. Tax is a fee collected by government on income, product or service. The direct tax collected by the central government of India is called income tax. The word tax is originated from the Latin word taxor, which means to estimate. Hence, income tax means income estimate, which helps the government to know the actual economic strength of a person. Tax is the price paid by the people for a civilized society. Unlike other payments, tax does not give a direct benefit to the payee. The law of income tax is contained in the Income Tax Act 1961 as amended up to date. The act came into force with effect from 1/4/1962 and it extends to the whole of India. Income tax rules have been made to carry out the purpose of Income Tax Act. The rules are framed by Central Board of Direct Tax (CBDT). ഇനി അടുത്തത് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1860 ബൈ സർ ജെയിംസ് വിൽസൺ ഇൻ ഓർഡർ ടു മീറ്റ് ദ ലോസസ് അവേർഡ് ബൈ ദ ഗവൺമെൻറ് ഡ്യൂ ടു മിലിറ്ററി മ്യൂട്ടനി ഓഫ് 1857. അത് കഴിഞ്ഞ് അതിൽ സെവറൽ അമെൻമെൻറ്റ്സ് വെർ മെയ്ഡ് ഇൻ ഇറ്റ്, ബട്ട് ഇൻ 1886 എ സെപ്പറേറ്റ് ഇൻകം ടാക്സ് വാസ് പാസ്ഡ്. This act was in force till 1917 and in 1918 a new income tax was passed. It was again replaced by a new act which was passed in 1922. This act was in force till 1962. In 1956 the government of India appointed a taxes committee to suggest measures to simplify and prevent evasion of tax. With the suggestion of the committee report and in the consultation, government passed the Income Tax Act 1961. This act came in force on 1st April 1962. Since 1962, several amendments have been made in the Income Tax Act by the Union Budget every year, which also contains Finance Bill. When bill passes by Parliament, it becomes the Finance Act. ഇനി അടുത്ത ടാക്സ് റേറ്റ്. ടാക്സ് റേറ്റ് വരുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഏജ് കാറ്റഗറി നോക്കിയിട്ടാണ്. ഓരോ ഏജ് 3 കാറ്റഗറി ആയിട്ടാണ് ഇൻഡിവിജ്വലിനെ തിരിച്ചേക്കുന്നത്. ഒന്ന് സൂപ്പർ സീനിയർ സിറ്റിസൺ, പിന്നെ ഇതിൽ രണ്ടിലും പെടാത്ത അതേഴ്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽ സൂപ്പർ സീനിയർ സിറ്റിസൺസ് ഹൂസ് ഏജ് ഇസ് 80 ഓർ എബോവ് 80. അപ്പോൾ ആ ഇൻഡിവിജ്വലിൽ ഫസ്റ്റ് 5 lakhൽ ടാക്സ് നില്ലാണ്. നെക്സ്റ്റ് 5 lakhൽ 20%, ബാലൻസ് എമൗണ്ടും 30%. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇൻഡിവിജ്വൽ സീനിയർ സിറ്റിസൺ ഹൂസ് ഏജ് ഇസ് 60 ഓർ മോർ ബട്ട് ലെസ് ദാൻ 80. ആ ഇൻഡിവിജ്വൽ കേസ് വരുമ്പോൾ ഓൺ ഫസ്റ്റ് 3 lakhൽ നില്ലും, സെക്കൻഡ് 2 lakhൽ 5%, അടുത്ത 5 lakhൽ 20%, ബാലൻസ് എമൗണ്ടിൽ 30%. ഇനി ഇതിൽ രണ്ടിലും പെടാത്ത അതേഴ്സ് HUF, AOP or BOE ഓൺ ഫസ്റ്റ് 2,50,000 നിൽ, നെക്സ്റ്റ് 2,50,000 5%, നെക്സ്റ്റ് 5 lakhൽ 20%, ബാലൻസിൽ 30%. ഇനി അടുത്തത് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഡിസ്കസ് ചെയ്യാം അസസി. അസസി എന്ന് വെച്ചൊന്നുമില്ല, എ പേഴ്സൺ ഹൂ ഈസ് ലയബിൾ ടു പേ ടാക്സ്, ഓക്കെ, or any other sum of money is payable under this act is called assessee. ഓക്കെ, അപ്പോൾ അസസി തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഓർഡിനറി അസസി, ഒന്ന് ഡീംഡ് അസസി ആൻഡ് അസസി ഇൻ ഡിഫോൾട്ട്. ഓർഡിനറി അസസി എന്ന് പറയുമ്പോൾ എനി പേഴ്സൺ അഗെയിൻസ്റ്റ് ഹൂം സം പ്രൊസീഡിങ്സ് അണ്ടർ ദിസ് ആക്ട് ആർ ഗോയിങ് ഓൺ, അല്ലെങ്കിൽ പേഴ്സൺ ബൈ ഹൂം സം എമൗണ്ട് ഓഫ് ടാക്സ്, ഇൻട്രസ്റ്റ്, ഫൈൻ ഓർ പെനാൽറ്റീസ് പേബിൾ അണ്ടർ ദിസ് ആക്ട്, അല്ലെങ്കിൽ എ പേഴ്സൺ എൻറ്റൈറ്റിൽ ടു claim refund when excess tax has been paid, or a person who sustained a loss can carry forward such loss if he files a return of loss becomes an assessee. ഓക്കെ, ഇപ്പോൾ ഈ 3 റീസൺ കൊണ്ടാണ് ഒരാൾ ഓർഡിനറി അസസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡീംഡ് അസസി. സംടൈംസ് എ പേഴ്സൺ ഇസ് ബൗണ്ട് ടു പേ ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻകം ഓഫ് അനദർ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫാദർ ചൈൽഡ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ചൈൽഡ് 18 മൈനറാണ്, 18 ആയിട്ടില്ല. സോ ചൈൽഡ് ഇസ് മൈനർ. അപ്പോൾ ആ ചൈൽഡ് ഏതെങ്കിലും രീതിയിൽ റവന്യൂ ഇൻകം വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ ആ ചൈൽഡിനെ ഗാർഡിയനായ ഫാദർ ആയിരിക്കും ടാക്സ് പേ ചെയ്യുന്നത്. സോ ഹീ ഈസ് ഡീംഡ് ടു ബി ആൻ അസസി. ഓക്കെ, അപ്പോൾ അതാണ് ഡീംഡ് അസസിയിൽ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹീ മേ ബി കൺസിഡർഡ് ആസ് ആൻ അസസി ഓൺ ബിഹാഫ് ഓഫ് ദാറ്റ് പേഴ്സൺ. This represented assessee is called deemed assessee. A guardian who is responsible to pay tax on behalf of a minor, lunatic or non-resident is a deemed assessee. He is also called a representative assessee. Next, assessee in default. Assessee in default എന്ന് പറയുമ്പോൾ if an assessee does not comply with his statutory duties under the IT Act is called an assessee in default. ഇപ്പോൾ assessee fails to pay the whole or a part of tax or interest or both, he shall be deemed to be an assessee in default. Next, assessment year. Assessment year is a period of 12 months commencing on the first day of April every year.
Every person who is liable to pay tax under the Act shall file return on income, and the return are processed by the income tax officer. അപ്പോൾ this processing is called assessment. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അസസ്മെൻറ്റ് ഇയർ 2022-23 ആണെങ്കിൽ ടാക്സ് ഷാൽ ബി പെയ്ഡ് ഫോർ ദ പ്രീവിയസ് ഇയർ 21-22. അതേപോലെ അടുത്തത് പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ അസസ്മെൻറ്റ് ഇയർ. ഇൻ അതർ വേർഡ്സ് ദ ഇയർ ഇൻ വിച്ച് ഇൻകം ഇസ് ഏൺഡ് ഇസ് നോൺ ആസ് പ്രീവിയസ് ഇയർ. നെക്സ്റ്റ് വൺ, പേഴ്സൺ. സെക്ഷൻ 2 subsection 31 states person includes individual, Hindu undivided family, company, firm, association of persons, body of individuals, local authority, artificial juridical person. Individual എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഹ്യൂമൻ ബീങ്, മെയിൽ, ഫീമെയിൽ, മൈനർ, മേജർ, സിംഗിൾ, മാരീഡ്, എക്സെട്ര. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുമ്പോൾ അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് HUF is treated as a separate entity. HUF is governed by Hindu law in India. The manager of HUF is called Karta. Members of the HUF are called co-partners. Then company, an artificial person created by law registered under the Indian Companies Act 2013. And a firm partnership formed with a partnership deed is called firm. Then AOP or BOI, a group of 2 or more persons joined together for some common purpose. Example, managing a property for producing income. Local authorities, Gram Panchayat, municipality, corporation, port trust, etc. And artificial juridical person, a public corporation formed under special act of legislature. Example, university, etc. ഇനി അടുത്തത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻ ഇൻ ഇൻകം ടാക്സിൽ ആണ് ഇൻകം. Section 2 subsection 24. Income includes profit and gains, dividend. Dividend from domestic companies fully exempt. Voluntary contribution received by a trust, capital gain, salary, value of any perquisite or profit in lieu of salary, any allowance granted to employee, any sum chargeable under the head business or profession, any sum received under a key man insurance policy, gift received other than from a relative exceeding 50,000, receipt of interest from deposits or investments, receipt of rent from house property, and casual income like winning from lottery, horse race, etc. Income may be positive or negative. Negative income means loss, which is also income. അപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റിലെ the above list is not a complete list of income. For computing total income, these incomes are grouped into following heads. അതൊക്കെയാണ് income from salary, from house property, profit and gains of business and profession, capital gains, and income from other sources. ഇനി അടുത്ത ഗ്രോസ് ടോട്ടൽ ഇൻകം. ഒന്നുമില്ല, നമ്മളിപ്പോൾ പറഞ്ഞ 5 ഹെഡ്സ് ഓഫ് ഇൻകം കൂടി ടോട്ടൽ അപ്പ് ചെയ്യണ എമൗണ്ടാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ദ അഗ്രിഗേറ്റ് ഇൻകം അണ്ടർ ദ ഫോളോയിങ് 5 ഹെഡ്സ് is termed as the gross total income. Total income or taxable income, it is the amount of income after deducting qualifying deductions under chapter 6A, section 80C to 80U deductions ഒക്കെ ഡിഡക്ട് ചെയ്ത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞുള്ള എമൗണ്ടിനാണ് നമ്മൾ ടോട്ടൽ ഇൻകം ഓർ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു ഫോർമുല പോലെ വേണമെങ്കിൽ എഴുതി വെക്കാം. ടോട്ടൽ ഇൻകം ഇസ് ഈക്വൽ ടു ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80. ഇനി അടുത്തത് അഗ്രികൾച്ചറൽ ഇൻകം. ഇറ്റ് ഇൻക്ലൂഡ്സ് എനി റെൻറ്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, income from agricultural house property, and any income from cultivation of agricultural land, a process carried on to make the produce or rent in kind marketable, or sale of produce. അടുത്തത് casual income. A receipt of income which is non-repeating or non-recurring in nature is called casual income. എക്സാമ്പിൾ എന്ന് പറയുന്നത് വിന്നിങ് ഫ്രം ലോട്ടറി, പ്രൈസ് വോൺ ഫ്രം ടെലിവിഷൻ ഗെയിംസ്, എക്സെട്ര. ആൻഡ് casual income is also taxable. No expenses relating to the casual income is allowed to deduct from such income. For example, individual purchase lottery tickets, the cost of lottery ticket is not deductible from any winning from lottery, but tax must be deducted at source from such casual income if it exceeds a prescribed limit. Maximum marginal rate. It is the rate of tax applicable to the highest slab of income of a person as specified in the Finance Act each year. It is 30% for the assessment year 22-23. Next, company means any Indian company or any body corporate incorporated by or under the laws of a country outside India. Say Indian company, mainly it should be necessarily that their registered office must be situated in India, and Indian company means a company formed and registered under the Indian Companies Act. In a domestic company, it means any Indian company or any other company which in respect of its income liable to income tax under the Income Tax Act.
Amalgamation. The term amalgamation in relation to companies means the merger or of one or more companies with another company to form one company, or the merger of two or more companies to form one company. ജസ്റ്റ് ഒന്നോ അതിൽ അധികമുള്ള കമ്പനികൾ തമ്മിൽ മെർജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അമാൽഗമേഷൻ. ദ കമ്പനി വിച്ച് സോ merges is called amalgamating company, and the company with which it has merged or which is formed as a result of merger is called the amalgamated company. അപ്പോൾ അമാൽഗമേഷൻ പ്രോസസ്സിൽ രണ്ട് ടൈപ്പ് കമ്പനി ഫോം ആവും. ഒന്ന് അമാൽഗമേറ്റിംഗ് കമ്പനിയും ഒന്ന് അമാൽഗമേറ്റഡ് കമ്പനിയും. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. ഇറ്റ് മീൻസ് ഇൻട്രസ്റ്റ് ഓൺ എനി സെക്യൂരിറ്റി ഓഫ് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ സെക്യൂരിറ്റീസിലുള്ള ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓർ അതർ സെക്യൂരിറ്റീസ് ഫോർ മണി ഇഷ്യൂഡ് ബൈ യുവർ ഓൺ ബിഹാഫ് ഓഫ് എ ലോക്കൽ അതോറിറ്റി ഓർ എ കമ്പനി ഓർ എ കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ സെൻട്രൽ സ്റ്റേറ്റ് ഓർ പ്രൊവിഷണൽ ആക്ട്. നെക്സ്റ്റ്, വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സ്. എനി ഇൻഫർമേഷൻ ഓർ കോഡ് ഓർ നമ്പർ ഓർ ടോക്കൺ generated through cryptographic means or otherwise by whatever name called, providing a digital representation of value which is exchanged with or without consideration. ബിറ്റ്കോയിൻ, ലൈറ്റ് കോയിൻ പോലത്തെ ഇതിനൊക്കെയാണ് നമ്മൾ ഇവിടെ വിർച്വൽ ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ലയബിൾ ടു ടാക്സ്. ലയബിൾ ടു ടാക്സ് മീൻസ് existence of income tax liability on the person under the law of its country for the first time being enforced.